മഹാരാഷ്ട്രയിലെ പൂനെയിലെ ലോഗഹട്ട് ഫോർട്ടിൽ നടന്നിട്ടുള്ള വളരെ ചില്ലിംഗ് ആയിട്ടുള്ള ഒരു മർഡർ കേസാണ് ഇപ്പം സത്യം പറഞ്ഞാൽ പത്രമാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഖേദൻ അഗർവാൾ, അതേപോലെ തന്നെ സിയ ഗോയൽ ആൻഡ് ചേതൻ ചൗധരി എന്ന് പറയുന്ന 3 പേരുകൾ മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. അപ്പം ഈ വാർത്ത ഞാനും ഭയങ്കര ചില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പം ഇത് കേട്ട സമയത്ത് ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ എനിക്ക് യൂഷ്വലി ഭയങ്കര മരവിപ്പും എന്താ ഇങ്ങനെയൊക്കെ നടക്കണേ എന്നൊക്കെ ഉള്ളൊരു തോന്നലും കുറച്ച് നേരത്തേക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ലാത്ത ഒത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ് ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ വാർത്തയിൽ ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ മനുഷ്യരൊക്കെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് ചിലപ്പോൾ ക്രിമിനൽ മൈൻഡ് സെറ്റിലോട്ട് കടക്കുക എന്നുള്ളതിനെ കൊണ്ട് അതിനെ തടയുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം അതിനെക്കാട്ടിലും മുമ്പ് നമുക്ക് എന്തായിരുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് എന്നുള്ളത് പറയാം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോട്ടോയിലോട്ട് കൊണ്ടുപോയതിന് ശേഷം ഖേദൻ അഗർവാൾ എന്ന് പറയുന്ന 26 വയസ്സായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു പയ്യൻ. ഈ പയ്യനെ ഇയാളുടെ പ്രതിശ്രുത വധുവായിട്ടുള്ള സിയ ഗോയലും ആ സിയ എന്ന് പറയുന്ന ആളിന് 2025 തൊട്ട് പരിചയമുള്ള അല്ലെങ്കിൽ ബന്ധമുള്ള ചേതൻ ചൗധരി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊണ്ടിട്ട് മർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. മർഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കല്ല, മർഡർ ചെയ്തു. അപ്പം ഇതിനകത്ത് ഇവർ 2 തവണ ഇയാളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടലോട് കൂടിയിട്ട് കേൾക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ ഉത്തര എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ അവരുടെ ഹസ്ബൻഡ് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലാനായിട്ടുള്ളൊരു ശ്രമം 2 പ്രാവശ്യം നടത്തിയിട്ട് അങ്ങനെ ആ ഒരു കുട്ടിക്ക് അവരുടെ ജീവനൊക്കെ നഷ്ടപ്പെടുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. സിമിലർ പോലെയാണ് ഇതിലെ ഒരു പ്ലോട്ടും കേട്ടോ. കാരണം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഖേദനെ ഇവർ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സെയിം അവരുടെ കാമുകനും കൂടി ഇല്ലാണ്ടാക്കാൻ 2 പ്രാവശ്യം ശ്രമിച്ചു. 2 പ്രാവശ്യം ഈ സെയിം ഫോർട്ടിലോട്ട് ഇവർ ട്രക്കിങ്ങിന് കൊണ്ടുപോയി. ഒരു പ്രാവശ്യം ഇയാൾ ഇതുപോലെ തള്ളിയിട്ടപ്പം അയാൾ ഒരു കുറ്റിച്ചെടിയിലൊക്കെ പിടിച്ചിരുന്നിട്ടാണ്, ബുഷസിലൊക്കെ പിടിച്ചിരുന്നിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ സിയ വന്നിട്ട് പാമ്പിനെ കണ്ട് പേടിച്ചിട്ടാണെന്നൊക്കെയുള്ള രീതിയിൽ ആ പ്ലോട്ട് അങ്ങോട്ട് മാറ്റി. ഈ പയ്യൻ വീണ്ടും ഇവരെ വിശ്വസിച്ചു. ഇവരുടെയൊക്കെ ഈ മരണത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പ് വരെ കാണുന്ന വീഡിയോസൊക്കെ നമ്മൾ കാണണം. എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിൽ പ്രപ്പോസ് ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുന്നു, സ്നേഹപരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയാമോ ഈ പെൺകുട്ടി അഭിനയിച്ച് നിന്ന് കൊടുത്തത് ഇയാളുടെ കൂടെ. ഇതൊന്നും അറിയാണ്ട് ആ മനുഷ്യൻ ഇവരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അങ്ങനെ ഒരു പ്രാവശ്യത്തെ അറ്റംപ്റ്റ് ഫെയിലായി. 2ാമത്തെ പ്രാവശ്യം ഇവർക്ക് പ്രീ വെഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ബാലിയിലോട്ടൊക്കെ പോകാനുണ്ടായിരുന്നു. അതിൻ്റെ പാസ്പോർട്ട് ഖേദൻ്റെ പാസ്പോർട്ട് സിയ തന്നെ മനഃപൂർവ്വം ഒളിപ്പിച്ച് വെക്കുകയൊക്കെ ചെയ്തിട്ട് വീണ്ടും ഇയാളെ ഈ ഒരു ലൊക്കേഷനിലോട്ട് കൊണ്ടുവരും. ഇപ്രാവശ്യം ഈ ചേതനും അതുപോലെ തന്നെ സിയയും കൂടിയിട്ട് ഖേദൻ അഗർവാളിനെ 400 അടി താഴ്ചയിലോട്ട് തള്ളിയിട്ടിട്ട് അയാളുടെ ജീവിതം ഇല്ലാണ്ടാക്കി അല്ലെങ്കിൽ അയാളുടെ ജീവൻ ഇല്ലാണ്ടാക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് മെയിനായിട്ടുമുള്ള ഈ ഒരു വാർത്ത. പറയുമ്പോൾ വളരെ എളുപ്പം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളതെന്ന് അറിയാമോ? എനിക്ക് ഏറ്റവും ഭയം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്കാരൊക്കെ ഇവരുടെ mid-20s ഇരിക്കുന്നത്. ഓക്കെ, ഈ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കും എന്നുള്ളത് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാവുന്നു. വെച്ചാൽ എങ്ങനെയാണ് ഇത്രയും വരും വരായികളെ കുറിച്ച് ആലോചിക്കാണ്ട് കോൺസിക്വൻസസിനെ കുറിച്ചൊന്നും ആലോചിക്കാണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ ഭയങ്കര ചില്ല് മൂഡിൽ പോയിട്ട് ഇത്തരത്തിൽ മേർഡേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ചിന്ത. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തലച്ചോറ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ചിന്തയായിട്ട് എനിക്ക് വന്നത്. എനിക്ക് എന്തുമാത്രം ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള മനുഷ്യരുടെ കൂടെയാണ് നമ്മൾ ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടിരുന്നത്. പാവം ഖേദൻ ആ ഒരു കാര്യം അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് പോലെ വരയ്ക്കും അയാൾക്ക് ആ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. മാത്രമല്ല ഒരു പ്രാവശ്യം വീണിട്ട് പോലും അയാൾക്ക് ആ ഒരു പേഴ്സണിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിലത്തെ ഒരു കാര്യം. ആൻഡ് നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലോട്ട് കിടക്കാം. ഒരാളിന് ഇഷ്ടമല്ല എന്നാണെങ്കിൽ ആ ആളിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ കൂടെയുള്ള ജീവിതം വേണ്ടെന്ന് വയ്ക്കാൻ വളരെ മാന്യമായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ ഈ നാട്ടിലുണ്ട്. അത് ഉപയോഗിക്കേണ്ട, അതായത് ഇപ്പം ഒരാളുടെ കൂടെ നമ്മുടെ കല്യാണം ഉറപ്പിച്ചു, നമുക്ക് ആ ആളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, നമുക്ക് വേറെ ആളുടെ കൂടെ ജീവിക്കാനാണ് താല്പര്യം. അപ്പം ആ ഒരു താല്പര്യം നടക്കാൻ വേണ്ടിയിട്ട് ഈ ആളിൻ്റെ ജീവൻ ഇല്ലാണ്ടാക്കേണ്ട എന്താവശ്യമാണുള്ളത്? അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? എന്തൊക്കെ മാർഗങ്ങളുണ്ട് നമുക്ക് താല്പര്യമില്ലെന്ന് പറയാം? ഇപ്പം വീട്ടുകാർ ഭയങ്കരമായിട്ട് ഇന്ത്യയിലത്തെ പാരൻസിന് ഭയങ്കര ടോക്സിസിറ്റി ഒക്കെ ഉണ്ട്, നമുക്ക് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. അവരൊരു തീരുമാനമെടുത്താൽ ചിലപ്പോൾ അതായിരിക്കണം ഇവരുടെ കേസിൽ നടന്നതെന്നല്ല ഞാൻ പറയണേ.
ചില തീരുമാനങ്ങൾ അവരെടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ നടക്കണം എന്നുള്ള വാശിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ പല പാരൻസും. ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ചിന്താഗതിയൊക്കെ. മക്കൾ അതിൽ സന്തോഷത്തിലാണോ, മക്കൾക്ക് ഇതൊരു ഹാപ്പി ലൈഫായിരിക്കും, ഇതൊന്നും ചിന്തിക്കാണ്ട് ഞങ്ങൾ പറഞ്ഞതാണ് കാര്യം എന്നൊക്കെ ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ട് തീരുമാനിക്കുന്ന ചില പാരൻസ് നമ്മുടെ നാട്ടിൽ. സത്യം പറയാലോ, നിങ്ങൾക്ക് വിഷമായാലും ഇല്ലെങ്കിൽ ഇതൊരു ടോക്സിക് ട്രൈറ്റ് ആണെന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം നിങ്ങളുടെ മകൾക്കോ മകനോ അവർ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിനെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ തരം ലാഭവും അതും ഇതൊക്കെ അതിനകത്ത് കണ്ടാലും ആ വരാൻ പോകുന്ന വ്യക്തിയുടെ ലൈഫാണ് നരകിക്കാൻ പോകുന്നത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യാണ്. അപ്പം ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഈ മക്കളെ ഫോഴ്സ് ചെയ്യരുത്. അപ്പം ചിലപ്പം ഈ ഒരു കുടുംബത്തിലും അങ്ങനെ വിവാഹം കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ അതേപോലെ തന്നെ റെബല്ലിയസ് ആയിട്ട് നിന്നിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും ഒക്കെ പറയാനായിട്ട് ശ്രമിക്കണം. എനിക്കറിയാം, ദുരഭിമാനക്കൊലകളും കൂടെ നടക്കുന്ന ഒരു നാടൊക്കെയാണ് നമ്മുടേത്. അതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഒരു ഫോഴ്സ്ഫുൾ കല്യാണത്തിന് തയ്യാറാവരുത്. ഒന്ന്. പിന്നെ ഈ ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള രാജ്യം കൂടിയാണ്. ഇനി സപ്പോസ് നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഫോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോലീസ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പോലീസിൻ്റെ സഹായം, പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു കാര്യം അറിയിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അത് ലീഗലായിട്ട് പോയിക്കോളും. പിന്നെ നിങ്ങൾ ആരെയും കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിക്കൊന്നുമില്ല. 2, ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഈ വിവാഹം കഴിക്കാനായിട്ട് വന്ന് നിൽക്കുന്ന ആ ആളിനോട് വളരെ മാന്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞൂടെ, എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, നിങ്ങളോട് ഇത് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഇത് പറയാണ്ടിരിക്കാൻ വേറെ നിവൃത്തിയില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അങ്ങോട്ട് പറയാമല്ലോ. അതും പറയില്ല. ഇതെല്ലാം ചെയ്യാണ്ട് നേരെ അങ്ങോട്ട് തട്ടിക്കളയാനൊക്കെ പ്ലാൻ ചെയ്യാണ് ആൾക്കാർ. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഇത് സത്യം എന്ന് പറയുന്ന കാര്യം എങ്ങനെയൊക്കെ പോയാലും മറനീക്കി പുറത്ത് വരുന്ന ഒരു കാലം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ഈ ഒരു കേസിൽ തന്നെ എന്താ ഉണ്ടായെന്ന് നോക്കുക. ഈ കേതൻ്റെ മരണത്തിന് ശേഷം ഇമോഷൻ ഒന്നും ഇല്ലാണ്ട് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാണ്ട് നിന്നിട്ടുള്ള സിഎൻ്റെ കാണുമ്പോൾ ആ വീട്ടുകാർക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടാവാണ്. അങ്ങനെ കേതൻ്റെ സിസ്റ്റേഴ്സൊക്കെ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ വന്ന് അവസാനം എന്തായി, കാര്യങ്ങളും കണ്ടുപിടുത്തങ്ങളൊക്കെ പറഞ്ഞ് തെളിയിച്ച് കൺഫസ് ചെയ്യിപ്പിച്ചപ്പം രണ്ടുപേരുടെയും പ്ലോട്ട് അങ്ങോട്ട് പൊളിഞ്ഞു. മാത്രമല്ല, ഇതിനകത്ത് ഈ പെൺകുട്ടിയുടെ കാമുകൻ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഹുഡിയെല്ലാം ഇട്ട് മുഖമൊക്കെ ആകെ മറച്ച് കയറിപ്പോകുന്ന CCTV വിഷ്വൽസ് കണ്ടപ്പോൾ തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുള്ളത് എന്നൊരു ഡൗട്ടൊക്കെ നാട്ടുകാർക്കും അതുപോലെ തന്നെ CCTV കണ്ടവർക്കൊക്കെ ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പം നിങ്ങൾ എന്തോരം ഒരു ക്രൈം ഒക്കെ ചെയ്തിട്ട് അതിനെ ഒളിപ്പിച്ച് വയ്ക്കാൻ നോക്കിയാൽ ഏത് കാലഘട്ടം കഴിഞ്ഞാലും ഈ സാധനം പുറത്തോട്ട് വരും. ഓക്കെ, എത്ര നന്മയുടെ പേരിലാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഇത് പുറത്തോട്ട് വരും. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സത്യം എന്നും മറനീക്കി പുറത്ത് വരും എന്നുള്ളൊരു കാര്യം തലയിൽ എപ്പോഴും രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കും. പൊട്ടത്തരല്ല, ഇത് ഭയങ്കര ക്രൂരതയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സന്തോഷമാണുള്ളത്? നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കാമുകനും കാമുകിക്കും എന്താ സംഭവിച്ചത്? അവർ ഉദ്ദേശിച്ചതുപോലെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ലൈഫൊക്കെയാണോ അവർക്ക് ഉണ്ടായത്? എങ്ങനെ പോയാലും ഒരു ക്രൈം ചെയ്താൽ കുറ്റവാളികൾ ഏത് കാലഘട്ടത്തിലാണെങ്കിലും പിടിക്കപ്പെടും എന്നുള്ളതാണ് അതിലത്തെ ഒരു വാസ്തവം. ഇനി ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മറുവശം കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. വീണ്ടും ഞാൻ തിരിച്ചു വരുന്നത് നമ്മുടെ നാട്ടിലത്തെ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള പിടിവാശിയൊക്കെ ഉള്ള ഒരു ഫാമിലി സെറ്റപ്പിലോട്ടാണ്. നമ്മുടെ കേരളത്തിൽ തന്നെയാണ് കുറച്ച് നാൾ വളരെ റീസെൻ്റ് ആയിട്ട് ഒരു വാർത്ത നമ്മൾ കേട്ടത്. അതായത് 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം ഒരു മദ്രസ അധ്യാപകൻ്റെ കൂടെ ഉറപ്പിച്ചതിൻ്റെ പേരിൽ ആ കുട്ടി സ്വന്തം ജീവനെടുത്തു, സെൽഫ് ഹാം ചെയ്തു. ഇങ്ങനത്തെ ഒരു വാർത്തയും കൂടെ നമ്മൾ കേട്ടു. ആൻഡ് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം എന്നല്ല, നമ്മുടെ നാട്ടിൽ നിരവധി ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. പെൺകുട്ടികൾ ഇവരുടെ സ്വന്തം ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആൺകുട്ടികൾ സ്വന്തം ജീവൻ എടുക്കാൻ ശ്രമിക്കുന്ന ഇൻസിഡൻസ് ഒക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം കാലം ഒരുപാട് മാറിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. പല ആൾക്കാരും ഇത്തരത്തിലുള്ള ഈ മോശം ഫോഴ്സിങ് കല്യാണങ്ങളിലോട്ടൊക്കെ പിള്ളേരെ തള്ളിവിടാണ്ടിരിക്കാൻ ശ്രമിക്കേണ്ടതൊരാവശ്യമുണ്ട്. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളൊക്കെ സെറ്റിലായി കാണുകയും അവർ ഭയങ്കര ഫിനാൻഷ്യലി സേഫായിട്ടിരിക്കുന്നത് കാണുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അറിയാം. പക്ഷെ എത്രയോ അത്തരം കല്യാണങ്ങൾ നശിച്ച് നാറാണക്കലടങ്ങി 2 പേര് 2 വഴിക്ക് പോവുകയും അതിലുണ്ടായിട്ടുള്ള കുട്ടികളുടെയൊക്കെ ഫ്യൂച്ചർ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അടിയിൽ നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ എന്തോരാണ് നമ്മൾ കാണുന്നത്.
അപ്പം ഒരാൾക്ക് ഒരു വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ അവരത്തരം കാര്യങ്ങൾക്ക് ഫോഴ്സ് ചെയ്യാണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടെ വീട്ടുകാർ ചെയ്യണമായിട്ടുണ്ട്. ഒന്നുകിൽ ഈ കുട്ടികൾ സെൽഫ് ഹാം ചെയ്യും, അതല്ലെങ്കിൽ അവർ ഇതുപോലെ എക്സ്ട്രീം ആയിട്ടുള്ള ക്രൈംസിലോട്ട് വരെ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ കാരണം എന്തിനാണ് വേറൊരാളുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു കാര്യം വീട്ടുകാരും കൂടെ ആലോചിക്കേണ്ടുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി ഇത്തരം കാര്യങ്ങൾ പറയുമ്പം ഈ പേഴ്സണൽ ലൈഫിൽ എക്സാമ്പിൾസും കൂടെ പറഞ്ഞിട്ട് ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. സംഭവം ഈ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളൊക്കെ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്നിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഒട്ടും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ അല്ല. പക്ഷേ ചില സമയത്തൊക്കെ നമ്മൾ നമ്മുടെ പാരൻസിനെ ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ശരികളായിരുന്നു എന്നുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ ലൈഫിൽ എൻ്റെ പാരൻസുമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കോൾഡ് വാർ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുള്ളത്, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ തമ്മിലൊരു ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ സെയിം വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. ഇൻ ദ സെൻസ് നമ്മുടെ ട്രഡീഷണലി നാട്ടിൽ നടക്കുന്നത് പോലെ വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ചായ കുടിക്കാനായിട്ട് വരുന്ന ഒരാളിൻ്റെ കൂടെ ഓക്കെ എല്ലാം ശരി, എന്നാൽ നമുക്ക് നാളെ കല്യാണം കഴിക്കാം എന്നുള്ളൊരു സെറ്റപ്പിന് തയ്യാറാവാത്തതിൻ്റെ പേരിൽ അത് നമുക്ക് പാരൻസിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ ആ ഒരു രീതിയിലാണ് അതുവരെ കണ്ട് വളർന്നിട്ടുള്ളത്. അപ്പം അവർക്ക് വേറെ ഒന്നും അങ്ങനെ ചിന്തയിലില്ല. പാരൻസും അങ്ങനെ കല്യാണം കഴിച്ചതാണ്. ലക്കിലി അവരുടെ ആ ഒരു ലൈഫ് അത്യാവശ്യം നന്നായിട്ട് പോയി. ഇന്നത്തെ കാലം അങ്ങനെയല്ല, നമുക്ക് വളരെ പെട്ടെന്ന് ഒരാളെ വിശ്വസിച്ചിട്ട് അവരുടെ കൂടെ ഇറങ്ങി പോകാൻ പറ്റുന്ന സാഹചര്യം എന്നല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് ഒരു ചായ സൽക്കാരത്തിൽ ഒരു വിവാഹം ഉണ്ടാകുന്നത് ഒട്ടും അംഗീകരിച്ചിട്ടില്ല എന്നതിൻ്റെ പേരിൽ നാട്ടിൽ മുഴുവൻ ഇങ്ങനെയൊക്കെ തന്നെയല്ല നടക്കുന്നതെന്നൊക്കെ ചോദിച്ച് അത്യാവശ്യം ഒരു കോൾഡ് വാറൊക്കെ ഞാനും എൻ്റെ പാരൻസൊക്കെ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലേറ്റർ നമുക്ക് ഇവരെ കൺവിൻസ് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് സാധിച്ചോ എന്ന് ചോദിച്ചാൽ അപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷെ അവർ ഓക്കെ, ഈ ആളിന് ഇത് താല്പര്യമില്ല, അതുകൊണ്ട് ഈ ആളിന് ഈ ആളിൻ്റെ ഫ്രീഡത്തിന് വിടാം എന്ന ഒരു തീരുമാനത്തിൽ എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. നമ്മൾ ക്രൈം ഒന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മൾ ആകെ ചെയ്യുന്ന കാര്യം എന്താണ്, ഇങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത് നമുക്ക് ഓക്കെ അല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യത്തിൽ 100% കൺവിൻസ്ഡ് അല്ല, നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇത് ഓക്കെ ആകുമ്പോൾ നമുക്ക് ഉറപ്പില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മളത് തുറന്നു പറയുമ്പം സത്യം പറഞ്ഞാൽ ആ വരുന്ന ആളും കൂടിയാണ് ചിലപ്പോൾ രക്ഷപ്പെടുന്നത്. ചിലപ്പം ഈ വരുന്ന വ്യക്തി ചിലപ്പോൾ ടോക്സിക് ഒന്നും ആയിരിക്കില്ല, പക്ഷെ അയാൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവും അയാളുടെ മാരീഡ് ലൈഫിനെ കുറിച്ചിട്ട്. നമ്മളതിന് ഒട്ടും തയ്യാറില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ അയാളുടെ കൂടെ കമ്മിറ്റഡ് ആയാൽ അയാൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു ലൈഫൊക്കെ അയാൾക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ അയാൾ സ്വപ്നം കണ്ട ഒരു മാരീഡ് ലൈഫ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. മാത്രമല്ല ഇത്തരം സെറ്റപ്പുകളിൽ കമ്മ്യൂണിക്കേഷനുകളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അത് ഫ്യൂച്ചറിൽ വളരെ വലിയ ഡിസപ്പോയിൻമെൻറ്റ്സ് ആയിട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരാളുടെ കൂടെയുള്ള വിവാഹം ഓക്കെ അല്ലെങ്കിൽ നിങ്ങളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലാണ്ട് സൈക്കോപാത്തുകളെ പോലെ പെരുമാറരുത്. 2, ഒരാളിന് ഒരു കല്യാണം താല്പര്യമില്ലെങ്കിൽ അത് നിങ്ങളുടെ മകനോ മകളോ ഒക്കെ ആണെങ്കിൽ അവരെ നിങ്ങൾ ഫോഴ്സ് ചെയ്യാണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടെ ഇതിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കേതൻ അഗർവാളിൻ്റെ കാര്യത്തിൽ ഇതൊക്കെയാണ് സംഭവിച്ചത് എന്നൊന്നും അല്ല. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ക്രൈംസ് ഉണ്ടാക്കുന്നതിന് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതിനെ കൊണ്ട് നമുക്ക് അപ്പാടെ ആ ഒരു കാര്യം കട്ട് ചെയ്ത് അങ്ങോട്ട് ഒഴിവാക്കാം എന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഈ ഒരു mid-20s-ലും 30s-ലും 40s-ലും ഒക്കെയുള്ള ആൾക്കാർക്ക് വളരെ നല്ല മാനസികാരോഗ്യത്തിൻ്റെ കുറവുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല, കുറച്ച് സെൻസിബിളായിട്ട് ചിന്തിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ ക്രൈമിലോട്ട് പോകുക വളരെ പെട്ടെന്നില്ല. അപ്പം ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ക്രൈം റേറ്റ് വളരെ കൂടി വരികയാണ്, ആൾക്കാരുടെ ക്രിമിനൽ മൈൻഡ് സെറ്റും ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. സോ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്നും നമ്മൾ ഓരോരുത്തരും പേഴ്സണലായിട്ടും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തൊട്ടാകെയും ഈ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ചില വലിയ പരിപാടികളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കും എന്താ പറയുക, ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യോഗയും മെഡിറ്റേഷനും പ്രാണായാമമൊക്കെ ചെയ്തിട്ടൊക്കെ നിങ്ങളെ തന്നെ കാമാക്കി വെക്കുക. വളരെ ചെറിയൊരു കാര്യമാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവൽ കാര്യങ്ങളൊക്കെ എടുക്കുക. ഇപ്പം മനുഷ്യർക്ക് ഈ തെറാപ്പിയൊക്കെ വേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ അതിനെ പുച്ഛിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. അയാളെ കണ്ടാലേ നമുക്കറിയാൻ പറ്റും ഇയാൾക്കാണ് ആദ്യം ഇതിൻ്റെ ആവശ്യമുള്ളതെന്നുള്ളത്. അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അത് മെൻ്റൽ ഹെൽത്തിന് മെഡിസിൻ ആവശ്യമാണ്. അപ്പം അതൊക്കെ നമ്മളും എന്താ പറയുക എടുക്കാനായിട്ട് ശ്രമിക്കുക. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ മാനസികമായിട്ട് ആരോഗ്യമുള്ള, ശാരീരികമായിട്ട് ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ സെൻസിബിളായിട്ട് ചിന്തിക്കാനും ഈ സൊസൈറ്റിയുടെ കൂടെ വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ജീവിച്ചു പോകാനും പറ്റുള്ളൂ. അപ്പം ഈ കേതൻ അഗർവാളിൻ്റെ മരണം എന്ന് പറയുന്ന ഒരു വാർത്ത നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കണം. ഒരിക്കലും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു വിവാഹത്തിലോട്ട് പോയിട്ട് അയാളുടെ ജീവന് ഹാംഫുൾ ആകുന്ന തരത്തിലോ സ്വന്തം ജീവിതത്തിന് ഹാംഫുൾ ആകുന്ന തരത്തിലോ ഒരു തീരുമാനം ആരുടെയും സൈഡിൽ നിന്ന് ഇല്ലാണ്ടിരിക്കട്ടെ.